നമസ്കാരം. ദുരന്തത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയം കാണരുത്. ദുരന്തമുഖത്ത് നാം രാഷ്ട്രീയം മറന്ന് ഒന്നായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ആളുകൾക്ക് സമാശ്വാസം എത്തിക്കുവാനും അവിടെ ഇനിയും മണ്ണിനടിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുവാനും രക്ഷിച്ച ആളുകളിൽ പരിക്കേറ്റവരുണ്ടെങ്കിൽ അവർക്ക് വിദഗ്ധ ചികിത്സ നൽകുവാനും വീടും ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസ പാക്കേജുകൾ ഒരുക്കുവാനുമാണ് നാം ഇപ്പോൾ ശ്രമിക്കേണ്ടത്. ഇവിടെ ഒരു കാരണവശാലും രാഷ്ട്രീയം കാണാൻ പാടില്ല. പരസ്പരം പഴിചാരരുത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. മുഖ്യമന്ത്രി ഇത് പറയുന്നതിന് കൃത്യമായ ഒരു കാരണമുണ്ടായിരുന്നു. ദുരന്തത്തിൽ രാഷ്ട്രീയം കലർത്തരുത്, കാണരുത് എന്ന് എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി ദുരന്തത്തിൽ രാഷ്ട്രീയം കലർത്തി തന്നെയാണ് പറഞ്ഞത്. അതായത് വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്നുള്ളത് ഡിസാസ്റ്റർ അലർട്ട് നൽകിയിരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞത്. 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दी गई थी। 23 जुलाई को 7 दिन पहले, फिर 24 को गई, फिर 25 को गई, 26 तारीख को मान्यवर ये कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी, भारी वर्षा होगी, लैंडस्लाइड होने की संभावना है, मड भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं. കേരളത്തിൽ നിന്നുള്ള ചില എംപിമാർ ലോക്സഭയിൽ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് അമിത്ഷാ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ജൂലൈ 23 മുതൽ കേരളത്തിന് കൃത്യമായ രീതിയിൽ അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു, ഡിസാസ്റ്റർ അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ 4 രാജ്യങ്ങൾക്ക് മാത്രമാണ് വൻ ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രവചിക്കുവാനുള്ള ആധുനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉള്ളത്. നാം വിക്ഷേപിച്ച ഉപഗ്രഹം വഴി സാധിച്ചെടുത്ത ഇത്തരം ഒരു നേട്ടത്തിന് ഏതാണ്ട് 4000 കോടിയിലധികം രൂപയാണ് കേന്ദ്രത്തിന് മുടക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ നേട്ടം കൈവരിച്ച ലോകത്തെ 4 രാജ്യങ്ങളുള്ളൂ. അതിൽ ഒരു രാജ്യം ഇന്ത്യയാണ് എന്ന് ഓർക്കുമ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റം എത്ര കണ്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ സാങ്കേതിക പരിജ്ഞാനത്തിന്റെ, ഈ സാങ്കേതിക നിറവിന്റെ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ 7 ദിവസം മുൻപ് സംസ്ഥാന സർക്കാരിന് വയനാട് ചൂരൽമലയിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറഞ്ഞത്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടും ഇത് തന്നെയായിരുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് മേപ്പാടി പഞ്ചായത്തിലെ കുറച്ചധികം ആളുകളെ പഞ്ചായത്ത് അധികൃതർ മാറ്റി താമസിപ്പിച്ചത്. എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, ഒരു കാരണവശാലും കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ കിട്ടിയ കാലാവസ്ഥാ റിപ്പോർട്ടിൽ അതിതീവ്ര മഴയ്ക്കുള്ള ഒരു സാധ്യത ഒരു കാരണവശാലും ഉരുൾപൊട്ടുന്ന അന്നേ ദിവസം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 29-ാം തീയതി ഉച്ചയ്ക്ക് കിട്ടിയ അലർട്ടിൽ ഓറഞ്ച് അലർട്ട് മാത്രമാണ് സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതായത് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം മുൻകൂട്ടി പ്രവചിക്കാതിരുന്നതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റെ തലയിലിടുവാൻ വേണ്ടി തന്നെ പിണറായി വിജയൻ തുനിഞ്ഞിറങ്ങിയായിരുന്നു. പിണറായി വിജയന്റെ ഈ കാര്യങ്ങൾ, പിണറായി വിജയൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ലോക്സഭയിൽ ഉന്നയിച്ച കേരളത്തിൽ നിന്നുള്ള ചില എംപിമാർക്ക് കൃത്യമായി തലയ്ക്ക് അടി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഇത്തരത്തിൽ ഒരു മറുപടി കൊടുത്തത്. ഫലത്തിൽ പിണറായി വിജയൻ വടി കൊടുത്ത് അടി മേടിക്കുകയായിരുന്നു അമിത്ഷായിൽ നിന്നും. കൃത്യമായി തന്നെ ജൂലൈ 23 മുതൽ 29-ാം തീയതി വരെ കേന്ദ്ര സർക്കാർ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തതാണ്. ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു കൊണ്ട്, അവിടെ ഉറക്കം നടിച്ചിരുന്നു കൊണ്ട് വയനാട്ടിലെ നിരവധി ആളുകളെ, 2 ഗ്രാമത്തിലുള്ള ആളുകളെ ഗുരുതി കൊടുക്കുകയായിരുന്നു കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തന്നെയാണ് അമിത്ഷായുടെ വാക്കുകളിലുള്ളത്. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയ കാലാവസ്ഥാ റിപ്പോർട്ട് പുറത്തുവിടട്ടെ. അങ്ങനെ പിണറായി വിജയന് അത്രയധികം ഇക്കാര്യത്തിൽ ഉറപ്പുണ്ട്, കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ളൊരു ഉറപ്പ് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കൊടുത്ത ഡിസാസ്റ്റർ അലർട്ട് റിപ്പോർട്ട് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്നില്ല? ജൂലൈ 23 മുതൽ 29-ാം തീയതി വരെ കേന്ദ്ര സർക്കാർ കൊടുത്ത ഡിസാസ്റ്റർ അലർട്ട് റിപ്പോർട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തുവിടുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്, പരസ്പരം ചോദിക്കുന്നത്.
അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ ആരാണ് കളവ് പറയുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങൾക്ക് അറിയാൻ പറ്റും. കേരളത്തിലെ ജനങ്ങളെ, വയനാട് നിവാസികളെ ആരാണ് കൂട്ടക്കുരുതി കൊടുത്ത് ചതിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് സാധാരണക്കാർ ഇപ്പോൾ പറയുന്നത്. കേന്ദ്രത്തിൽ നിന്നും ഇത്തരം ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണെന്നുണ്ടെങ്കിൽ, അത് കൃത്യമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുവാൻ പിണറായി വിജയന് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടട്ടെ. കേന്ദ്രം കൊടുത്ത ഡിസാസ്റ്റർ അലർട്ട് എന്തുകൊണ്ട് ഇവർ പുറത്തുവിടുന്നില്ല? അപ്പോൾ കൃത്യമായി ഈ കാര്യത്തിൽ ദുരന്തമുഖത്ത് പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കുന്നു. ഈ ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ പിടലിയിൽ ഈ കാര്യം കൊണ്ടുപോയി വയ്ക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ അമിത്ഷാ കൃത്യമായി തന്നെ പിണറായി വിജയനെ അറഞ്ചും പുറഞ്ചും പ്രഹരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിണറായി വിജയനെ അടിക്കുവാനുള്ള വടി പിണറായി വിജയൻ തന്നെയാണ് അമിത്ഷായ്ക്ക് കൊടുത്തത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പറയുന്നു, ദുരന്തമുഖത്ത് പരസ്പരം പഴിചാരിക്കൊണ്ട് കാര്യമില്ല, നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം തന്നെയാണ്. തീർച്ചയായും കേന്ദ്ര സർക്കാർ ഇത് തന്നെ പറയുന്നു. കാരണം ദുരന്തം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സേനയെ കേരളത്തിലേക്ക് അയച്ചത്. ഒരു കാരണവശാലും കേരളം വിളിക്കുവാൻ വേണ്ടി അവർ കാത്തുനിന്നില്ല. വയനാട്ടിൽ ദുരന്തമുണ്ടായി എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ കേന്ദ്ര സേനയെ വിട്ടു. വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ രക്ഷാദൗത്യങ്ങൾ നടത്തിയതും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതും കേന്ദ്ര സേനയുടെ നിർദ്ദേശപ്രകാരമാണ്, അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പോലീസിനും ഫയർഫോഴ്സിനും കേന്ദ്ര സേനയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അതിനുള്ള സന്നാഹങ്ങളെ കേരളത്തിന്റെ കയ്യിലുള്ളൂ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് കൃത്യമായി അറിയാം. ഇപ്പോഴും വയനാട്ടിൽ ചെല്ലുന്നവർക്ക് അല്ലെങ്കിൽ ദൃശ്യങ്ങളിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ബെയിലി പാലം ഉൾപ്പെടെ ചെളിയിൽ പൂണ്ടുകിടക്കുന്ന ആളുകളെ കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിർവഹിക്കുന്നത്, രക്ഷാപ്രവർത്തനം നടത്തുന്നത് കേന്ദ്ര സേന തന്നെയാണ്, കേന്ദ്ര സർക്കാർ തന്നെയാണ്. പിണറായി വിജയൻ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് അടിച്ചു മാറ്റി അടുത്ത ഭരണം കൂടി കൈക്കലാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ തലയിൽ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം കൊണ്ട് ചെന്നിടുവാൻ ശ്രമിച്ചപ്പോഴാണ് അമിത്ഷാ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് പിണറായി വിജയൻ തെളിയിക്കട്ടെ, ആ റിപ്പോർട്ട് പുറത്തുവിടട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. അതെന്ത് തന്നെയായാലും കേരളത്തിലെ വയനാട്ടിലെ 2 ഗ്രാമങ്ങൾ കുരുതി കൊടുത്തു. ഏതാണ്ട് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കണക്കനുസരിച്ച് 400-ലധികം പേര് മരിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 400 പേരായി തീരട്ടെ, ഇനി ഒരിക്കലും മരണസംഖ്യ ഉയരാതിരിക്കട്ടെ. ഈ 400 പേരെയും ഗുരുതി കൊടുത്തതിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും വിളിച്ചു പറയുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ ചുമലിൽ കൊണ്ടുവന്ന് ഈ ഭാരം ഇറക്കി വയ്ക്കാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര ഡിസാസ്റ്റർ അലർട്ട് മാനേജ്മെന്റ് ഒരു കാരണവശാലും കേരളത്തിന് ഇത്രത്തോളം ഒരു അലർട്ട് കൊടുത്തിട്ടുണ്ടായില്ല, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായില്ല എന്ന് പറയുമ്പോൾ അമിത്ഷാ പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ വീണ്ടും ശ്രമിക്കുന്നു എന്ന് തന്നെയാണ്. ദുരന്തമുഖത്ത് നമ്മൾ പരസ്പരം പഴിചാരി മാറി നിൽക്കേണ്ട സന്ദർഭമല്ല ഇത് എന്നാണ് പറയുന്നത്. തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പഴിചാരുന്നില്ല. പിണറായി വിജയൻ പറഞ്ഞതിന് മറുപടി കൊടുത്തു, കേന്ദ്ര സേനയെ വിട്ടു. വയനാട്ടിൽ നടക്കുന്ന രക്ഷാദൗത്യങ്ങൾ അത്രയും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ ദുരന്തം നാട്ടിലുണ്ടാകുമ്പോഴും ആ ദുരന്തത്തെ മുതലെടുത്തുകൊണ്ട് പിണറായി വിജയൻ എന്ന ഭരണാധികാരി വീണ്ടും ഭരണം പിടിക്കുവാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങളാണ് ഒരുക്കിയിരുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെ ചൊറിഞ്ഞു, വടി കൊടുത്ത് അടിമേടിച്ചു, വടി വെട്ടിക്കൊടുത്തു. അമിത്ഷായെ കൊണ്ട് അറഞ്ചും പുറഞ്ചും തല്ലിച്ചു പിണറായി വിജയൻ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ കേന്ദ്രം കൊടുത്ത ഡിസാസ്റ്റർ അലർട്ട് ഇപ്പോൾ പിണറായി വിജയൻ പുറത്തുവിടണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. പിണറായി വിജയൻ അത് ധൈര്യമുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇക്കാര്യത്തിൽ പിണറായി വിജയനും കേരള സർക്കാരും നിരപരാധികളാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ ആ റിപ്പോർട്ട് പുറത്തുവിടും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.